ഞാനിന്ന് ഇവിടെ ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ കുറച്ച് ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായി ഒരു ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ എടുക്കുന്നത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. ഒരു വലിയ സവാളയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതിനായി ഒരു 250 ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചിക്കനിൽ വെള്ളം ഒഴിച്ച് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും അതിലേക്കിട്ട് അതിനാവശ്യമായി കുറച്ച് ഉപ്പ് കൂടെ ഇടുക. എന്നിട്ട് കുക്കർ അടച്ച് സ്റ്റവ് ഓൺ ചെയ്യുക. അതിനാവശ്യമായ ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുക്കുക ചെറുതായിട്ട്. കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. ഒരു ചെറിയ പാനിലേക്ക് കുറച്ച് പട്ടയും ഏലക്കായും ഗ്രാമ്പൂവും പെരുംജീരകവും കൂടെ ഇടുക. ചിക്കൻ വേകാനായിട്ട് 4 വിസിൽ വരെ കേൾക്കണം. നമ്മൾ നേരത്തെ ഇട്ട പട്ടയും ഏലക്കായും എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കുക. അത് കല്ലിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ വെന്ത് കഴിഞ്ഞു. കുറച്ച് തേങ്ങ ആവശ്യത്തിനെടുത്ത് വെള്ളവും ചേർത്ത് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കുക. ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് നല്ലതുപോലെ വരട്ടി മാറ്റി വയ്ക്കുക. ഇതിലേക്ക് സവാളയും കുറച്ച് ഉപ്പും ഇട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും
വെളുത്തുള്ളിയും കൂടെ ഇട്ട് നല്ലതുപോലെ വരട്ടിയെടുക്കുക. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ വരട്ടി വെച്ച സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ അടിച്ചെടുക്കുകയാണ്. ഇത് നല്ല ചിക്കൻ സ്റ്റൂവിന് നല്ല തിക്കായിട്ട് നല്ല കുറുകുറായിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എളുപ്പത്തിലൊരു ചിക്കൻ സ്റ്റൂ ആണ് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ആ പാനിലേക്ക് നേരത്തെ വേവിച്ച് വച്ചിരുന്ന ചിക്കനും പൊട്ടറ്റോയും എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിരുന്ന ഉള്ളി എല്ലാം കൂടെ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ യോജിപ്പിക്കുക. ഇതിങ്ങനെ ഉള്ളി അടിച്ചെടുക്കുന്നത് നമ്മൾ അരിപ്പൊടിയോ മൈദമാവോ വേറെ ഒന്നും നമ്മളിവിടെ ചേർക്കുന്നില്ല. നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ ഉള്ളി പേസ്റ്റാക്കി ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് നേരത്തെ വരട്ടി വെച്ചിരുന്ന പച്ചമുളകും കൂടി ചേർക്കുകയാണ്. അതെല്ലാം കൂടെ നല്ലവണ്ണം യോജിപ്പിച്ച് ഒന്ന് തിള വരുമ്പോഴത്തേക്കും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. ഇതിലേക്ക് നേരത്തെ അടിച്ച് വെച്ച തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. അതൊന്ന് ചെറുതായിട്ട് തിള വരുമ്പോഴത്തേക്കും നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന മസാലപ്പൊടി എല്ലാം കൂടി ഇതിൽ ചേർക്കുക. ഇങ്ങനെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് അരിപ്പൊടിയോ മൈദമാവോ ഒന്നും ചേർക്കാതെ ഉള്ളി മിക്സിയിലിട്ട് അടിച്ച് എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്നത് വേഗത്തിൽ ഉണ്ടാക്കാനുള്ള എളുപ്പത്തിൽ നമുക്കൊരു ചിക്കൻ സ്റ്റൂ ഇങ്ങനെ തയ്യാറാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ തന്നെ ഈ ചിക്കൻ സ്റ്റൂ തയ്യാറായി കഴിഞ്ഞു. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ സ്റ്റൂ റെഡിയായി കഴിയും. ഈ ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റും. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.